ഹലോ ഗൈസ്. അപ്പോൾ ഡൽഹി ഇലക്ഷൻ്റെ റിസൾട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു. നീണ്ട 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ AAPയെ വീഴ്ത്തിക്കൊണ്ട് ഭരണം പിടിച്ചിരിക്കുകയാണ് BJP. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ പ്രതികരിച്ചത് കോൺഗ്രസും AAPയും ഇവർ ഇന്ത്യ സഖ്യത്തിൻ്റെ ഉള്ളിൽ ഇവർ ഒരു ടീമാണല്ലോ, ഒറ്റക്കെട്ടാണല്ലോ, ഒരു ഗ്രൂപ്പാണല്ലോ. എന്നാൽ ഇവിടെ ഡൽഹിയിൽ രണ്ടും വെവ്വേറെ, കോൺഗ്രസ് വേറെ AAP വേറെ എന്ന രീതിയിൽ രണ്ടും ഒരുമിച്ചല്ല മത്സരിച്ചത്. രണ്ടും വേറെ വേറെ ഇവർ തമ്മിലടിച്ചുകൊണ്ടാണ് ഇവിടെ മത്സരിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തോൽവി ആം ആദ്മി പാർട്ടിക്ക് നേരിടേണ്ടി വന്നതെന്നാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ പറയുന്നത്. അതായത് ഇവർ പരസ്പരം ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ BJPയോട് ജയിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഇത്രയും വലിയ പരാജയത്തിലേക്ക് പോവില്ലായിരുന്നു എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതികരണം എന്ന് പറയുന്നത്. അതായത് ഇവർ പരസ്പരം ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ വിജയിക്കുമായിരുന്നു എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. AAPയെ സംബന്ധിച്ച്, അതായത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് 10% വോട്ടിങ്ങിൽ ഇടിവ് സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങ് കോൺഗ്രസിന്റെ കാര്യമെടുത്താൽ കോൺഗ്രസിന് കഴിഞ്ഞ ഇലക്ഷനേക്കാൾ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാനാണെങ്കിൽ 7% അവരുടെ വോട്ടിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. അതിൽ എത്രത്തോളം ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ചോർന്നു? BJPയിലേക്ക് വലിയ തോതിൽ ചോർന്നിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാൽ പോലും ഈ കോൺഗ്രസിലേക്ക് എത്രത്തോളം വോട്ട് ചോർന്നു എന്നുള്ളത് അതും ഈ പാർട്ടിയുടെ ഒരു വോട്ടിംഗ് ശതമാനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വളർന്നു വന്ന സമയത്ത് BJP അതിന് സപ്പോർട്ടീവായിട്ട്, അതായത് അതിനെ എതിർക്കാത്ത ഒരു രീതിയിലായിരുന്നു BJP ഉണ്ടായിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, അന്ന് ഡൽഹി കോൺഗ്രസിൻ്റെ കയ്യിലായിരുന്നു ഭരണം ഉണ്ടായിരുന്നത്. ഡൽഹിയുടെ ഭരണം BJPക്ക് ഒരു തരത്തിലും ഭരണത്തിലേക്ക് എത്താൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആം ആദ്മി പാർട്ടി വളർന്നു വന്നാൽ അത് കോൺഗ്രസിന് ഭീഷണിയായി, ഡൽഹിയിൽ കോൺഗ്രസിന്റെ സ്വാധീനം ഇല്ലാതാക്കുമെന്ന് തന്നെ അവർ വിശ്വസിച്ചു. എന്നാൽ ഈ AAP വളർന്നു വന്ന് അവസാനം BJPയുടെ ശക്തി കേന്ദ്രങ്ങളെ വരെ അവർ കൈയടക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നീട് BJPക്ക് രാജ്യത്തിന്റെ ഭരണം കിട്ടിയപ്പോഴും ഡൽഹിയുടെ ഭരണം കിട്ടാതെ അത് AAPയുടെ കയ്യിൽ തന്നെ ഒതുങ്ങി എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ AAPയുടെ കയ്യിൽ നിന്ന് BJP ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ളത്. ഒട്ടുമിക്ക എല്ലാ നേതാക്കളും ഈ കോൺഗ്രസും AAPയും ഡൽഹിയിൽ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ അവർ വിജയിക്കുമായിരുന്നു എന്ന് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ അഭിപ്രായപ്പെട്ടു എന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു തുടക്കത്തിൽ. ഇപ്പോൾ അതിനെ ഒരു എതിരായിട്ട്, അല്ലെങ്കിൽ അതിനൊരു വിമർശനം എന്നോണം ഇവിടെ മാധ്യമങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു പക്ഷേ ഇപ്പം തന്നെ AAPയും ആദ്യം ഡൽഹിയിൽ BJP കോൺഗ്രസ് ഫൈറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിലേക്കാണ് AAP എന്ന് പറയുന്ന പുതിയ പാർട്ടി വരുന്നത്. ആ പാർട്ടിയുടെ വരവോട് കൂടി കോൺഗ്രസിന്റെ സ്വാധീനം ഡൽഹിയിൽ നിന്ന് ഏകദേശം ഇല്ലാതെയായി. AAP BJP എന്ന നിലയിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പ് വന്നാൽ AAPയും BJPയും ഈ രണ്ട് പാർട്ടികളുമായി മത്സരം മാറി ഡൽഹിയിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസ് എങ്ങാനും ഇനി ഇപ്പോൾ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും AAPയുടെ കൂടെ തോളിൽ കൈയിട്ട് അവർ രണ്ടുപേരും സഖ്യകക്ഷികളായിട്ട് അവർ രണ്ടുപേരും സഖ്യമായിട്ട് മത്സരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കോൺഗ്രസിൽ നിന്ന് വലിയ രീതിയിൽ AAPയിലേക്ക് ആൾക്കാർ കൊഴിഞ്ഞു പോകുമെന്നുള്ള ഒരു കാര്യം, അവിടെ ഒരു ഭീഷണി ഉണ്ട് അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒരു ഡൽഹിയിൽ ഒരു സ്വന്തമായ ഒരു സ്വാധീനം ഇപ്പോൾ എവിടെയൊക്കെയോ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ പോലും ആ സ്വാധീനം പോലും ഇല്ലാതെയാവും. കോൺഗ്രസിന് AAP ഇല്ലാതെ ഒരു പക്ഷേ നിലനിൽപ്പില്ല എന്ന രീതിയിലേക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു വിശ്വാസം വരും. അതും കോൺഗ്രസിന് ഒരു പക്ഷേ ഭീഷണിയാവും. അതുകൊണ്ട് പൂർണ്ണമായും തങ്ങളുടെ സ്വാധീനം ഡൽഹിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് രാഷ്ട്രീയപരമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൃത്യവും വ്യക്തവുമായ രീതിയിൽ തല തെറിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഇതാണ് അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ 1000 സംതിങ് വോട്ടുകൾക്ക് അരവിന്ദ് കെജ്രിവാൾ 1000 ആണോ 3000 ആണോ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, 3000 ആണോ എന്ന് എനിക്ക് തോന്നുന്നു. എന്നിരുന്നാൽ പോലും കറക്റ്റായിട്ട് തല തെറിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ഇതാണ്. AAP എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് അവരുടെ ഒരു ഹെഡാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ ചുറ്റിപ്പറ്റിയാണ് AAP നിൽക്കുന്നത് എന്ന് തന്നെ പലരും പറയാറുണ്ട്. അപ്പോൾ ആ തലയാണ് ഈ ഒരു ഇലക്ഷൻ റിസൾട്ടോട് കൂടി അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയത്തോടു കൂടി തെറിച്ചു പോയിരിക്കുന്നത്. എന്നിരുന്നാലും ഇനി ഒരു കാര്യത്തിനും കൂടി ക്ലാരിഫിക്കേഷൻ കിട്ടാനുള്ളൂ. BJPയോട് പരാജയപ്പെട്ടാൽ അരവിന്ദ് കെജ്രിവാൾ ജാമ്യം റദ്ദാക്കി, മദ്യനയ അഴിമതി കേസിലെ ജാമ്യത്തിലാണ് ഇപ്പോൾ കെജ്രിവാൾ നിൽക്കുന്നത്. ആ ജാമ്യം റദ്ദാക്കിക്കൊണ്ട് കെജ്രിവാൾ തിരിച്ച് ജയിലിലേക്ക് തന്നെ പോകുമെന്ന് പറഞ്ഞിരുന്നു തോറ്റു കഴിഞ്ഞാൽ. ആ കാര്യത്തിലാണ് ഇനി ക്ലാരിഫിക്കേഷൻ കിട്ടാനുള്ളത്. പോകുമോ ഇല്ലയോ?